ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച 13 മാർച്ച് 2026, വലിയ നോയമ്പിലെ 27ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 72ാമത്തെ ദിവസം. ദൈവം നമുക്ക് ജനുവരി 1 മുതൽ ഇന്നവരെ ഈ 72 ദിവസം ആയുസ്സും ആരോഗ്യവും തന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിച്ചത് നമ്മളിൽ സമാധാനം ഉള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ചിന്താവിഷയം സമാധാനം എങ്ങനെ ഉണ്ടാകുന്നു. സമാധാനം എങ്ങനെ ഉണ്ടാകുന്നു. ഈ വലിയ നോമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും നല്ല ശുഭചിന്തകരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ മികച്ച ഒരു ഭാവമാണ് സമാധാനം എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്ന മനസ്സിന്റെ ഭാവമാണ് സമാധാനം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ൽ പറയുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ എന്നാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ബന്ധിത വാതായനങ്ങളോട് കൂടിയ മുറിക്കുള്ളിൽ സ്തംഭിതരായിരിക്കുന്ന ശ്ലീഹ ശിഷ്യഗണങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം എന്നാണ്. രക്ഷകനായ യേശു സമാധാനദാതാവ് ആണെന്ന് വേദോശ പുസ്തകം നമ്മെ സാക്ഷിക്കുന്നു എന്നുള്ള വിവരവും നമുക്ക് ഏവർക്കും അറിയാം. വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് അത് നാം വായിക്കുന്ന അവസരത്തിൽ എപ്പോഴും അത് വായിച്ച് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം ആരാകുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വരദാനമാണ് സമാധാനം. സങ്കീർത്തനം 147:13 നിന്റെ ദൈവത്തെ സ്തുതിക്ക, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചു, നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ നിന്റെ ദേശത്തെ സമാധാനം വരുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നത്, ദൈവം കലഹത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ എന്നാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ നായകനാകുമ്പോൾ ജീവിതം സമാധാനപൂർണ്ണമാകുമെന്നാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 33-ൽ പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ൽ പറയുന്നത്, വീണ്ടും പൗലോസ് ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു, ക്രിസ്തു നമ്മുടെ സമാധാനം ആണ് എന്നാണ്. എന്നാൽ ഇന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നുവരെയും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ യുദ്ധം പുറപ്പെട്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും കൂടിയുള്ളതാണ്. അതിൽ USA കൂട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു 3-ാം ലോക മഹായുദ്ധമായി ഇത് മാറാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട അവസരത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കാരണം യുദ്ധം എന്ന് പറയുന്നത് ഒരു സമാധാനം ഉണ്ടാക്കുന്ന കാര്യമല്ല, പിന്നെയോ നാശം വിതയ്ക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ കുറെ ആൾക്കാരെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഈ കാലയളവിൽ അതൊക്കെയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം ഓരോരുത്തരും വന്നിരിക്കുന്നു എന്നുള്ള വിവരം ഈ യുദ്ധത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് വളരെ കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതകൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ചെയ്യുന്നത്, നാം ദൈവത്തെ ശരണപ്പെട്ട് അവന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നാം നമ്മളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്, നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നത്. ഭൂലോകം പല രീതിയിൽ ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ഭൂകമ്പ മൂലവും ഉരുൾപൊട്ടൽ മൂലവും പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും സുനാമി മൂലവും വന്യജീവികളുടെ ആക്രമണം മൂലവും ജനങ്ങൾക്ക് സമാധാനം ഇല്ലാതെ ജീവിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെയും നമുക്ക് ഒരു അറുതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം എല്ലാവരും ഒന്നുപോലെ
ആ യോനായുടെ പ്രസംഗം കേട്ട് നിനിവേക്കാർ ഒരുമിച്ച് റെട്ടുടുത്തുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടു രക്ഷ പ്രാപിച്ചതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നെങ്കിലും നാം ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട അവസരത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇപ്പം നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, അത് ഇസ്രായേലിലല്ലേ യുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലല്ലേ യുദ്ധം നടക്കുന്നത് എന്ന് തോന്നും, നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. നാളെ നമുക്കും ഇത് ഭവിക്കാൻ മേലാഴികയില്ല. കാരണം ലോകസമാധാനം ഇല്ലാതെ വന്നിരിക്കുന്നു. ദൈവത്തെ അറിയുന്നവർ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നതിനാലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ പലതവണ പട്ടക്കാരൻ സമാധാനം ആശംസിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണല്ലോ. അതിൽ മൂന്നാമത്തേതാണ് സമാധാനം. സ്നേഹമുള്ളിടത്ത് മാത്രമേ സന്തോഷമുണ്ടാകുകയുള്ളൂ. സ്നേഹവും സന്തോഷവും ഉണ്ടാകുന്നിടത്ത് മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ആ സമാധാനം നമുക്ക് കൈവരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ചിലർ വിചാരിക്കും, നാം നല്ല ജോലി കരസ്ഥമാക്കുകയും ഒരുപാട് പൈസ സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സമാധാനം ലഭിക്കുമെന്ന്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് നെട്ടോട്ടം ഓടാറുമുണ്ട്. എന്നാൽ അതൊന്നും അല്ല സമാധാനം തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആ പുൽക്കൂട്ടിൽ ബേത്ലഹേമിൽ ജനിച്ച അവസരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് ഒരു സംഘം ദൂതന്മാർ ചേർന്ന് ദൈവത്തെ വാഴ്ത്തിയത് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവപ്രസാദമുള്ള സന്മനസ് ഉള്ളവർക്കാണ് വിശുദ്ധ തക്സായിൽ ആചാര്യന്മാർ പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധേയമാണ്. സമാധാനം പാലിക്കുന്നവർക്ക് ശിക്ഷിച്ചു വെച്ചിരിക്കുന്ന രാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ എന്നാണ് തക്സായിൽ നോക്കി വായിക്കുന്നത്. സ്വർഗരാജ്യ അവകാശത്തിനു വേണ്ടി നാം നേടിയെടുക്കേണ്ട ശ്രേഷ്ഠമായ ഗുണമാണ് സമാധാനം. സമാധാനം ഇല്ലാത്ത ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് കോൾഡ് വാർ ഉള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും നമ്മുടെ മുമ്പിൽ വളരെ നല്ല കുഞ്ഞ് രമഞ്ഞ് സംസാരിക്കുന്നവർ നമ്മുടെ പിന്നിൽ നമുക്ക് വേണ്ടി എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. അതിനെയാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അതിൽ നിന്നും രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദാവീദ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ, അബ്രഹാം ദൈവത്തിൽ ശരണപ്പെട്ടതുപോലെ, യാക്കോബ് ദൈവത്തിൽ ശരണപ്പെട്ടതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ദൈവദൂതനുമായി കുസ്തി പിടിച്ച ആ യാക്കോബിനെ ഓർക്കുക. ഹാനോക്കിനെ ഓർക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ അവൻ എടുക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. സമാധാനം കാക്ഷിക്കുന്ന ഏവരും ദൈവത്തിൽ ശരണപ്പെട്ടുവെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പ്രയോജനം വരികയുള്ളൂ. അതിനുവേണ്ടി ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം എഴുതിയത് പ്രകാരമാണ്, ഞാനൊരു സമാധാന മനുഷ്യനാണ്, ഞാൻ സമാധാനത്തിൽ വസിക്കുന്നു. കല്ലിൽ കാണുന്ന നിശ്ചല സമാധാനം എനിക്ക് ആവശ്യമില്ല. ശവകുടീരത്തിൽ പ്രകടമാകുന്ന പ്രശാന്തതയും എനിക്ക് വേണ്ട. മനുഷ്യ ഹൃദയങ്ങളിൽ സുരക്ഷിതമായ സൂക്ഷിക്കപ്പെടുന്ന സമാധാനമാണ് എനിക്ക് വേണ്ടത്. ആ സമാധാനത്തിന്റെ ഉറവിടം ദൈവമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഗിരിപ്രഭാഷണമാണ്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5:6-7 വായിച്ച് വളരെ പ്രഭാവിത് ആയിട്ട് യേശു ക്രിസ്തുവിനെ ഒരുപാട് പ്രശംസിച്ച ഒരു ഹിന്ദുവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കുകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം എന്തായിരുന്നു എന്ന്. സമാധാനം കാക്ഷിച്ച ഒരു വ്യക്തി. നമുക്കും അങ്ങനെയൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി സ്വീകരിച്ചുകൊണ്ട് ആ ഉയർപ്പ് നാളിൽ നമുക്കതിൽ വളരെ സന്തോഷിക്കത്തക്കവണ്ണം നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തി ഇന്ന് വരെ എങ്ങനെ ജീവിച്ചു എന്നല്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പിൽ മുമ്പോട്ട് ബാക്കിയുള്ള ജീവിതം ജീവിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.